ജുബിത ചർച്ച അവസാനിപ്പിച്ചിരുന്നു. താങ്കൾക്ക് എന്തോ കുറച്ചുകൂടി കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞു. എന്താണത്? നമസ്കാരം സാർ. അത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ സുധീഷ് അദ്ദേഹം പറഞ്ഞു എനിക്ക് അവരെ അറിയുക പോലും ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് അറിയുക പോലും ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഈ സിനിമ ലൊക്കേഷനിൽ ഇതുപോലെ സിനിമയിൽ എനിക്ക് പരിചയമുള്ളതിൽ ഞാൻ പറഞ്ഞു തരാം വ്യക്തമായിട്ട്. ശ്രീനിവാസൻ സാറ് അദ്ദേഹത്തെ എനിക്കറിയാം, വിനയൻ സാറ് എനിക്കറിയാം. ശ്രീനിവാസൻ സാറ് 2014 മുതൽ ഈ 24 വരെ അറിയാം. വിനയൻ സാറ്, ഡയറക്ടർ വിനയൻ സാറിനെ എനിക്ക് 2018 മുതൽ ഈ 2024 വരെ അറിയാം. ഇവർ ഈ രണ്ടുപേരും നമ്മൾ മലയാളികൾ അത്രയും ബഹുമാനിക്കുന്ന ആൾക്കാരാണ് ഈ പ്രേക്ഷകർ, ഞാനടക്കം. ഇന്ന് വരെ ഒരു തെറ്റായിട്ടൊരു അനുഭവം ഒരു കാര്യങ്ങളും എന്നോട് സംസാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബിജുക്കുട്ടൻ ചേട്ടൻ, അദ്ദേഹം ഒരു ഗസറ്റഡ് യക്ഷി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പറിൽ ഞാൻ വാട്സപ്പിൽ സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് തെറ്റായിട്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ അടുത്ത് നമ്പറൊന്നുമില്ല. ആക്ടർ ബാല, തമിഴ്നാട്ടിലുള്ള നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ സ്വന്തം തന്നെ ഒത്തിരി ചാരിറ്റിയൊക്കെ ചെയ്തിരിക്കുന്ന അദ്ദേഹം, ഒത്തിരി വട്ടം ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് ഓഫർ തന്നിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ഇതുവരെ തെറ്റായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പം അമ്മ സംഘടനയിൽ ഇത് നടക്കുന്ന ഒരു വീഡിയോസ് ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, കുറച്ച് തടിച്ചിട്ടില്ലേ. അദ്ദേഹത്തിനോട് ഞാൻ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്നെ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹം ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. സിനിമയുടെ ചാൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് പറയണമെങ്കിൽ ഒത്തിരി പേര് എടുത്തങ്ങ് പറയാം. അങ്ങനെ വെറുതെ എന്തെങ്കിലും എടുത്തു പറയുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഈ അമ്മയുടെ ഈ ഒരു കാര്യം നടക്കുന്ന സമയത്ത് ചില ആൾക്ക് പേര് വെളിപ്പെടുത്താൻ ഒരു പേടിയുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് തെളിവുണ്ടായിരിക്കില്ല. ഈ തെളിവില്ലാതെയും അവർ ഈ കാര്യം പറയുമ്പോൾ തെളിവ് എവിടെ, എവിഡൻസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എടുത്തു കൊടുക്കാനില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ മാറി നിൽക്കുന്നതെന്ന് ഞാൻ ഈ നിമിഷം മനസ്സിലാക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തെളിവ് കൊടുക്കാനില്ല, പക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. എൻ്റെ 2022 ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. പേരെടുത്ത് ഞാൻ പറയാണ്ടിരുന്നത്, ഞാൻ ആ തെറ്റ് ചെയ്യാൻ പോയിട്ടില്ല, ഞാൻ മാറി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു നടിയായിട്ടില്ല, ഒന്നുമില്ല. എന്നാലും ഈ ഒരു കുറച്ച് സിനിമകളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മാറി നടന്നത്. അപ്പം എൻ്റെ അനുഭവം അന്ന് 2022 അവരാരും പേരും പറയണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിന് പോയിട്ടില്ല, പിന്നെ എനിക്ക് പരാതിപ്പെടണ്ട. പക്ഷേ ഇന്ന് ഇത്രയും ഒരു സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ തെറ്റും ചെയ്യുമ്പോൾ അവരാരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുറന്നു പറയുന്നത്. അല്ലാതെ അവരെനിക്ക് കളവ് പറഞ്ഞിട്ടൊന്നും നേടേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുണ്ടായിരുന്നത്. ശരി, വളരെ നന്ദി ജുബിത. ഈ സന്ദർഭത്തിൽ മാതൃഭൂമി ന്യൂസിലൂടെ ദുരനുഭവങ്ങൾ വെളിവാക്കിയതിന് നേരത്തെ സുധീഷിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.